നമസ്കാരം. നിങ്ങൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? മറ്റുള്ളവരുടെ മുന്നിൽ മാനം കെട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? ഈ അപമാനവും അവഗണനയും വേണ്ടപ്പെട്ടവരിൽ നിന്നാവുമ്പോഴേ താങ്ങാവുന്നതിനും അപ്പുറമല്ലേ? ചിലരെങ്കിലും ഞാൻ ഈ പറയുന്ന അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും, അത് ഉറപ്പാണ്. അച്ഛനമ്മമാരിൽ നിന്ന് മക്കൾ നേരിടേണ്ടി വരുന്ന അവഗണന. മക്കളിൽ ഒരാൾ എല്ലാ അർത്ഥത്തിലും മുന്നിൽ നിൽക്കുമ്പോൾ മറ്റേ ആളിനെ താഴ്ത്തിക്കെട്ടുന്ന അച്ഛനമ്മമാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ആത്മാർത്ഥമായി മക്കളെ സ്നേഹിക്കുന്നവർക്ക് ഇങ്ങനെ കഴിയില്ല കേട്ടോ. എന്നാൽ തൻ്റെ ആഗ്രഹങ്ങൾ മക്കളിലൂടെ സാധിച്ചെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മക്കളെ ഇങ്ങനെ കാണാനേ കഴിയുള്ളൂ. ഇതല്ലാതെ മക്കളെ വളർത്തുപട്ടിയാക്കുന്ന ആൾക്കാർ, അതായത് മക്കളിൽ ഒരാൾ പുറത്തുപോയി ജോലി ചെയ്യുന്നു, കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടുന്നു, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും പണിയെടുത്ത് കിട്ടുന്ന കാശുകൊണ്ട് കുടുംബം നോക്കുന്നുണ്ട്. എന്നാൽ മറ്റേയാൾ എവിടെയും പോകുന്നില്ല, നന്നായി പഠിച്ച് ഉയർന്ന ജോലിക്കായിട്ട് ശ്രമിക്കുന്നു, സാമൂഹികമായിട്ട് ഒരു ഇടപഴകലുമില്ല. എന്നാൽ ഇവിടെ അവഗണിക്കപ്പെടുന്നത് സത്യം പറഞ്ഞാൽ ആദ്യം പറഞ്ഞ വ്യക്തി തന്നെയാണ്. കാരണം ആ അച്ഛനും അമ്മയ്ക്കും ആവശ്യം അവരുടെ ചട്ടക്കൂടിൽ നിൽക്കുന്ന മക്കളെയാണ്. കുടുംബത്തിൻ്റെ ഭാരം ചുമക്കുന്നവൻ എപ്പോഴെങ്കിലും സ്വന്തം സന്തോഷത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ നാലാളോട് മകനെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കുന്ന മക്കളുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ചിട്ട് മക്കളെ അപമാനിക്കുന്ന അച്ഛനമ്മമാരും ഉണ്ട്. ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇതുപോലെ തന്നെ മക്കളിൽ നിന്നും മക്കളെ കൊണ്ടും അപമാനവും അവഗണനയും നേരിടേണ്ടി വരുന്ന മാതാപിതാക്കളും നമ്മുടെ സമൂഹത്തിലുണ്ട്. മക്കളെ നല്ലത് ചൊല്ലിക്കൊടുത്ത് വളർത്തി നന്നായി പഠിപ്പിച്ച് ഒരു കര പറ്റിച്ചു. നല്ലത് കേട്ട് വളർന്ന മക്കൾ പുറത്തിറങ്ങി കൂട്ടുകെട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നു. അതിൻ്റെ പഴി കേൾക്കുന്നതും അച്ഛനും അമ്മയും തന്നെയാണ്. മക്കളെ പഠിപ്പിച്ച് ഒരു കര പറ്റിക്കാൻ രാപ്പകലില്ലാതെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടു. എന്നാൽ അവർ ജീവിക്കാൻ മറന്നു, നല്ല വസ്ത്രധാരണം അറിയില്ല. സമൂഹത്തിൽ ഉന്നതരെന്ന് മക്കൾ വിശേഷിപ്പിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ സ്വന്തം അച്ഛനെയും അമ്മയും മറച്ചു പിടിക്കുന്ന മക്കൾ പോലുമുണ്ട്. ഇതിന് മക്കൾ കണ്ടെത്തിയ കാരണം സ്റ്റാറ്റസ് ഇല്ല, എഡ്യൂക്കേറ്റഡ് അല്ല. ഇതൊക്കെ മക്കൾക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കൾക്ക് മരണതുല്യമായ വാക്കുകളാണ് ഇതൊക്കെ. സമൂഹത്തിലും സുഹൃത്തുക്കളുടെ ഓരോ വ്യക്തികളും നേരിടുന്ന അവഗണനയും പരിഹാസവും. സൗന്ദര്യമില്ലാത്തവരെ അംഗീകരിക്കാത്ത സുഹൃത്തുക്കൾ, പണവും പ്രതവും ഇല്ലാത്തവരെ മാറ്റി നിർത്തുന്ന സമൂഹവും സുഹൃത്തുക്കളും, അതേപോലെ ദമ്പതിമാർക്കിടയിലുള്ള അവഗണന, പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ. ഭാര്യ ആഗ്രഹിച്ച പോലത്തെ പങ്കാളിയല്ല തനിക്ക് ലഭിച്ചതെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കൊടുത്താലും എത്ര തന്നെ സ്നേഹിച്ചാലും തിരിച്ച് അവഗണന നേരിടേണ്ടി വരുന്ന ഭർത്താവ്. ഭാര്യയുടെ കാര്യം നോക്കുകയാണെങ്കിലോ, ഭർത്താവിനും വീട്ടുകാർക്കും മക്കൾക്കും വേണ്ടി സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചവള്. സ്വന്തം സുഖമോ സന്തോഷമോ സൗന്ദര്യമോ അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. അങ്ങനെ ജീവിച്ചവള് എത്രയോ തവണ പലതിൻ്റെയും പേരിൽ അവഗണനയും നേരിട്ടിട്ടുണ്ടാവും. എന്തിനേറെ വിദ്യാലയങ്ങളിൽ നിന്ന് പോലും അവഗണന നേരിട്ട ഒരുപാട് കുട്ടികളുള്ള നാടാണ് നമ്മുടേത്. വിദ്യാലയങ്ങളിൽ ഒരു കലോത്സവം വന്നു കഴിഞ്ഞാൽ സൗന്ദര്യമുള്ള കുട്ടികളെ മാത്രമേ കലോത്സവത്തിലെ പല മത്സരങ്ങളിലും പങ്കെടുപ്പിക്കൂ എന്ന് പറഞ്ഞു വരെ മാറ്റി നിർത്തുന്ന അധ്യാപകർ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതുപോലെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ അവഗണനയും പരിഹാസവും നേരിടുന്ന വ്യക്തികളോട് എൻ്റെ സ്വന്തം അനുഭവം വെച്ചിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ തളരരുത്. കാരണം തളർന്നാൽ നിങ്ങൾ തോറ്റു. ആ തോൽവിയും മരണവും ഒരുപോലെയാണ്. കാരണം നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം. ആ സ്വപ്നങ്ങൾക്ക് തടസ്സമാകുന്ന ഘടകങ്ങളിൽ ഒന്നും മാത്രമാണ് ഇത്. അവർ നിങ്ങളെ അവഗണിക്കുമ്പോൾ ആ അവഗണനയെ നിങ്ങൾ അവഗണിക്കാൻ പഠിക്കണം. ഒരു ചൊല്ലുപോലെ ഈ ചെവിയിലൂടെ കേട്ടിട്ട് ആ ചെവിയിലൂടെ പുറത്ത് കളയുന്നതാണ് ഏറ്റവും നല്ലത്. ഓരോന്ന് കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് അതിന് പിന്നാലെ പോകുന്നത് ആദ്യം തടയണം. നിങ്ങളെ അവഗണിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇനി ഒന്നും ചെയ്യരുത്. അവരെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക. അതിപ്പോൾ എത്ര അടുത്ത ബന്ധമാണെങ്കിൽ പോലും. കാരണം നിങ്ങളെ മനസ്സിലാക്കാത്തവരുടെ കൂട്ട് നിങ്ങൾക്ക് വേണ്ട. ഈ ഭൂമിയിലേക്ക് നിങ്ങൾ വന്നത് ഒറ്റയ്ക്കാണ്, പോകുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ്. നിങ്ങളെ വേണ്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഇനി നിങ്ങളുടെ ജീവിതം പാഴാക്കി കളയരുത്. ഇനിയുള്ള കാലം നിങ്ങളുടെ സന്തോഷത്തിന്, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കേ. പിന്നെ എന്താണ് ഈ ഭൂമിയിലുള്ള ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുക? ഈ ഒരു കാര്യത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കണേ.